മൈസൂർക്കുള്ള യാത്ര ഭയങ്കര റിസ്ക് ആണ് കേട്ടോ. എന്നെ പേടിച്ചിരുന്ന കാര്യം നടക്കുമോ? എന്നെ ചെന്ന് സാധനം കൊടുത്തില്ലെങ്കിൽ പണി പാടും. റോഡാണെങ്കിൽ ഭയങ്കര വ്യജനാണല്ലോ, ഒരു കട പോലും കാണാനില്ല. അവിടെ ഒരു കടയുണ്ടല്ലോ, ഇത് കട തന്നെയാണോ? ചേട്ടാ ചേട്ടാ സിഗരറ്റ് ഉണ്ടോ? ഗോൾഡ്? ഓ ചേട്ടാ അര പാക്കറ്റ് ആയാലും മതി. ഗോൾഡ് അല്ലേ, ഒരു പാക്കറ്റ് എടുത്തോ. 100 രൂപ. ചേട്ടാ ഇവിടെ മൈസൂർക്ക് പോകാനായിട്ടുള്ള ഏതാ വഴി? ഇവിടുന്ന് ഒരു 10-60 കിലോമീറ്റർ കാണും. ഒരു 2 കിലോമീറ്റർ നേരെ പോയിട്ട് വരും, വലത്തോട് തിരിഞ്ഞാൽ മതി. 1 കിലോമീറ്റർ മുന്നോട്ട് ചെല്ലുമ്പോൾ റോഡ് ക്രോസർ ബോർഡ് കാണാം, അവിടെ നിന്ന് റൈറ്റിലേക്ക് പോയാൽ മതി. ശരി ശരി, ഓക്കെ. നിൽക്ക്, ശ്രദ്ധിക്കണം. രാത്രിയാണ്, മുഖം മൂടി അണിഞ്ഞ് കള്ളന്മാർ ഇറങ്ങും. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. ഓ അപ്പോൾ ശരി ചേട്ടാ. അയാളൊരു കോപ്പിൽ ഉപദേശം. റോഡ് ക്ലോസ്ഡ്. ഇതാണ് അയാൾ പറഞ്ഞ ഡീവിയേഷൻ. അപ്പോൾ നമുക്ക് റൈറ്റാണ് പോകേണ്ടത്. ആ ശരിയാണല്ലോ. അതിനോട് വഴി വെച്ച് തന്നില്ലേ പെട്ടാനെ. ശരിക്കും ഈ റോഡ് ഭയങ്കര റിസ്ക്കാണ്. നീ രവീന്ദ്രൻ മാഷ്ട നല്ലോണം നേരടി പാട്ടോ ചേട്ടാ, മൂഡ് ചേഞ്ച് ആവട്ടെ. അതാ നല്ലത്. USB ഡാഷ്ബോർഡിനുണ്ട്. വണ്ടി എടുത്ത് പോവാം. എടാ വൈപ്പിടെ നോക്കിയിരിക്കണേ. വൈപ്പിടാൻ പറ്റില്ല, പൊട്ടയാണ്. വൈപ്പിട്ട് ഒന്നും കാണില്ല. നീ പിടിച്ച് വണ്ടി എടുക്കാം. നിങ്ങൾ പോകുമോ? മെയിൻ റോഡ് എത്തി. ഇനി അവന്മാർ വരില്ല. കഷ്ടിച്ച ജീവൻ രക്ഷോട്ടെ. എനിക്ക് തോന്നുന്നു അവന്മാർ തമിഴന്മാരല്ലെന്നാ. അതെങ്ങനെ മനസ്സിലായി? ആ അതൊക്കെ എനിക്ക് മനസ്സിലായി. എന്തായാലും നീ വണ്ടി കയറ്, നമുക്ക് ആളെ പിടിക്കാം. എനിക്ക് ചില സംശയങ്ങളുണ്ട്. എന്തായാലും നാളെ അവിടെ വരെ പോയി അതൊന്ന് കൺഫേം ചെയ്തിട്ട് അവരെ വേണ്ട രീതിയിൽ അങ്ങ് സൽക്കരിച്ചോട്ടേക്കാം. അവനാണെങ്കിൽ തിരിച്ചു നല്ലൊരു പണി കൊടുത്തിരിക്കും. കൊടുക്കണം, നല്ല പണി തന്നെ കൊടുക്കണം. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇപ്പം കട അവിടെ ഉണ്ടാവില്ല. അതെന്താ? നീ നോക്കിക്കോ.
ഇവിടെ കടയുണ്ടായതിൻ്റെ വല്ലതുണ്ടോ എന്ന് നോക്കിയാൽ. ആ ശരിയാണല്ലോ, കടയുണ്ടായ ഒരു ലക്ഷണം പോലും ഇല്ല. ഈ കട അവൻ്റെ ഒരു വരുമാന മാർഗ്ഗമല്ല, വേറെ എന്തോ പരിപാടിയുണ്ട്. നമുക്കത് കണ്ടുപിടിക്കാം. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ അവർ വരുമല്ലോ, നമുക്കത് മാറിക്കാം. സൂര്യൻ അസ്തമിക്കാറാകുമ്പോഴേ അവരെത്തുള്ളൂ. അവരുടെ യഥാർത്ഥ ജോലി ആരംഭിക്കുന്നത് രാത്രിയിലായിരിക്കും. മൂന്ന് പേര്. മുമ്പിലിരിക്കുന്ന പയ്യൻ ഓർമ്മയുണ്ടോ? അവനാണ് ഇന്നലെ നമ്മുടെ വണ്ടിക്ക് നേരെ മുട്ട എറിഞ്ഞത്. നടുക്കരിക്കുന്നവൻ ലീഡർ, ഏറ്റവും ബാക്കിലിരിക്കുന്നവനും ഉണ്ടായിരുന്നില്ല നമ്മൾ ആക്രമിച്ച കൂട്ടത്തിൽ. നമുക്ക് ഈ പരിപാടി ഇന്നത്തോടെ അവസാനിപ്പിക്കാം. ഇന്നലെ തന്നെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടത്. ഇതങ്ങനെ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറ്റുന്ന പരിപാടിയാണോ? നീ ആ സാധനം കെടുത്തേ. അല്ല ചേട്ടൻ ദേഷ്യപ്പെടാൻ പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഇനിയൊരു 3 പേരും കൂടി കിട്ടാനുണ്ട്. കിട്ടും. അമ്മലേ, ഇനി നിൻ്റെ ടേണാ. പോയൊരു സോഡ കുടിച്ചിട്ടോ. ഞാൻ ഒറ്റയ്ക്ക് പോകണം. പേടിക്കണ്ട, രാത്രി മാത്രമേ ഇവൻ്റെയൊക്കെ സാമാനം കൊന്നുള്ളൂ. പകല ആമ്പിള്ളേരെ കൈപ്പെട്ടാ ഇവൻ്റെയൊക്കെ കിടുങ്ങാമണി കുറയ്ക്കും. നീ ധൈര്യമായിട്ട് പോയിട്ട് വാടാ. ശരി. ചേട്ടാ, ഒരു സോഡ വന്നേ. സോഡ അടിക്കുക ചേട്ടാ. ബാക്കി എടുക്കുക ചേട്ടാ. ചേട്ടാ, ലൈറ്റർ ഉണ്ടോ? കൈ ഇറക്കി വന്നിട്ടില്ല, ടെൻഷൻ ഉണ്ട. എന്താ ചേട്ടാ, ഓർമ്മയുണ്ടോ? ഇനി മറക്കില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് കോപ്പ് ഇതൊന്നും വേണ്ട. എൻ്റെ കൂടെ കഴിഞ്ഞു. ഇനി നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പോയി പറഞ്ഞിട്ട് പറയാം. ശരി. ഒട്ടും മയത്തിലാക്കണ്ട. ആ